അതായത് കൗമുദിയിലാണെന്ന് തോന്നുന്നു. ഓക്കെ, കൗമുദിയിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു, 13 മെയ്ക്ക് വന്ന പോസ്റ്റാണ്. എന്താ സംഭവം? കുമാര സംഭവം. അമ്മ എന്ന സ്ഥാനം ഒരാൾക്ക് മാത്രം. വഴിയിൽ കാണുന്നവരെയോ മറ്റുള്ളവരെയോ ഒക്കെ അച്ഛ അമ്മ എന്ന് വിളിക്കാനാവില്ല. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻകുഴി വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സിന്ധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരെയും അമ്മയെ അച്ഛന്നൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. എല്ലാവർക്കും അവരവരുടെ അമ്മ അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ പോയി വിളിച്ചോളൂ. എല്ലാരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. വിരിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ, അതിനിടയ്ക്ക് ഇത്രയും അഹങ്കാരം പാടില്ല. അത് നിന്റെ ഇഷ്ടം. പക്ഷെ സ്വന്തം അമ്മായിയമ്മയെ വഴിയിൽ കണ്ടവരെ എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ തന്നെ നിന്റെ നിലവാരം അവിടെ പോയി. ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. അടുത്ത് കാവിലമ്മയാണോ, അതും പോയി. ഇനി നിന്റെ കൊച്ചിന്റെ കേസിൽ കൊച്ചു വളർന്നു വരുമ്പോ ആ കൊച്ചിനെ കൊണ്ട് ഞാൻ അമ്മ എന്ന് വിളിപ്പിക്കില്ല. ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവനോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, അമ്മ വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്നെ മാത്രം അമ്മ എന്ന് വിളിപ്പിക്കും എന്ന് പറയുമ്പോഴേ നിന്റെ അവിടെ നിലവാരം എല്ലാം പോയി. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. പോയി, ഓൾറെഡി പോയി കിടക്കുന്ന സമയത്ത് നീ ഈ പോസ്റ്റ് എടുത്ത് വെച്ചിട്ട് വീണ്ടും ഒരു സ്റ്റോറി ഇട്ടിരിക്കുകയാണ്. No matter what, I will forever stick on to my opinions because I have a spike. Few reaction video against me won't make me change my life decision. ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല സാറേ. ഇംഗ്ലീഷ് മനസ്സിലാവുന്നതാണ്, ജോലിക്ക് നിർത്താൻ പറയണോ? ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. It will comes from what we do for them. Ashwin as well as his parents know how well I treat them and how much I have done for their family business. എങ്ങനെ ഉണ്ടാളിയാ? ഗംഭീരമായിരുന്നു. താങ്ക് യു. തീർന്നു ആ ലാസ്റ്റ് സെന്റൻസ്. അശ്വിൻ as well as his parents know how well I treat them. അതായത് അശ്വിന്റെ പാരന്റ്സിനും ഒക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ആൻഡ് ഹൗ മച്ച് എത്ര I have done for their family business. കൊല്ലായിരുന്നില്ലേ, ഇങ്ങനെ വിട്ടിയാക്കുന്നതിലും ഭേദം കൊല്ലായിരുന്നില്ലേ. എത്ര രൂപ ഞാൻ അവരുടെ ഫാമിലി ബിസിനസിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് അശ്വിനും അശ്വിന്റെ കുടുംബത്തിനും അറിയാം. ഇങ്ങോട്ട് വരിക. എന്താ തിരുമേനി, എങ്ങനെ സഹിക്കണു ഈ മുതലിനെ? സ്വന്തം ഭർത്താവിന്റെ ഫാമിലി, അവരുടെ ഫാമിലിയുടെ ബിസിനസിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ നിലവാരമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആ സഹായിച്ചതിന് ഒരർത്ഥമില്ലാതെ ആയിപ്പോയി ദിയാ കൃഷ്ണ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. വളരെയധികം മോശമായി പോയി ദിയാ കൃഷ്ണ. ഇതിന് അപ്പുറം ഇനി അശ്വിൻ, അവൻ വെറും വാഴപ്പിണ്ടി ആയി പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ, ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. അയ്യോ അവസ്ഥ. ഇപ്പൊ അശ്വിന്റെ ഫാമിലിയുടെ ബിസിനസിന് വേണ്ടിയിട്ട് ദിയാ കൃഷ്ണ പൈസ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് എപ്പോ വിളിച്ചു പറഞ്ഞു, നാട്ടുകാരോട് എപ്പോഴാണ് അത് വിളിച്ച് ഓപ്പൺ ആയിട്ട് ദിയാ കൃഷ്ണ പറഞ്ഞു, അപ്പൊ തീർന്നു, അവിടെ തീർന്നു. എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി.